കൺവെൻഷൻ കൂട്ടങ്ങളിൽ ആദ്യ രാത്രി ആമോസിൻ്റെ പ്രവചനം 4, 11, 12 തുടങ്ങി ഇന്നത്തെ സംഭവങ്ങൾ സൊദോമിൻ്റെയും ഗോമറയുടെയും മേൽ ഞാൻ ഉന്മൂലനാശം വരുത്തിയതുപോലെ നിങ്ങളുടെ ഇടയിൽ ഒരു ഉന്മൂലനാശം വരുത്തി. കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെയായിരുന്നു ഇസ്രായേൽ. എന്നിട്ടും നീ എൻ്റെ വാക്കനുസരിച്ചില്ല. ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇതായിരുന്നു നമ്മുടെ കൺവെൻഷൻ്റെ തീം. ഇതിനെ ബേസ് ചെയ്ത് ഇന്നലെ പോയത്. ഒക്ടോബർ 7 ആക്രമണത്തെപ്പറ്റി ഇന്നലെ രാത്രി ഹമാസ് ഇസ്രായേൽ. ആമോസ് 2:5 യഹൂദയ്ക്കകത്ത് ഞാനൊരു തീ അയക്കും, യെരുശലേമിൻ്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. 4 ആക്രമണങ്ങൾ ഇസ്രായേൽ ഹമാസ്. ആമോസ് 1:6-7 ഗാസ തീഗോളം അതിൻ്റെ അരമനകളെ നശിപ്പിക്കും. ഇരമ്യാവ് 47:5-6 ഇന്നലെ വായിച്ചു. ഗാസയിലെ ലീഡേഴ്സിനെ മുഴുവൻ കൈകാര്യം ചെയ്യും. അത് കഴിഞ്ഞ് സെഫന്യാവ് 2:4-5-6 ഇസ്രായേലിൻ്റെ ബോർഡറായ അഷ്കലൂനും അഷ്തോദുമെല്ലാം ശൂന്യമാകും. സെക്കരിയാവ് 9:5-6 അറബ് ദേശവും പശ്ചിമേഷ്യയും കരയുന്നൊരു കാലം വരും, സ്വസ്ഥതയില്ലാതെ അവരുടെ പ്രത്യാശ നഷ്ടപ്പെടും. അത് ഏകദേശമായപ്പോൾ ഈ വർഷം നമ്മൾ കണ്ടു ലെബനോൻ. സെക്കരിയ പ്രവചനം 11:1-2 ഇന്നലെ കുഞ്ഞുങ്ങൾ വായിച്ചു. ലെബനോനെ, നിന്റെ ദേവദാരുക്കൾ തകരും, ദുർഗവനങ്ങൾ തീയിടും, മഹത്തുക്കൾ നശിച്ചു പോകും, ഇടയന്മാരുടെ മഹത്വമുള്ള രാഷ്ട്രം തകരുമെന്ന് ഇന്നലെ രാത്രി. അതിനുശേഷം സിറിയയെപ്പറ്റി ഷിയ പ്രവചനം 17:1-2 ഇന്നലെ രാത്രി. ദമാസ്കസിൻ്റെ മതിലുകളെ ഞാൻ ഇടിക്കും, സിറിയ കത്തിച്ചു കളയും, ഒരു കൂമ്പാരമാകും. അതിനോടൊപ്പം അരോവർ ഇന്നത്തെ യമനെയും ഇസ്രയേൽ ആക്രമിക്കും. അതിനോടനുബന്ധിച്ച് ഇറാനെയും ആക്രമിക്കും, ഇറാൻ തിരിച്ചും ആക്രമിക്കും. പശ്ചിമേഷ്യ ഭയചകിതമായി നിൽക്കുന്നു. ഇതെല്ലാം ഒരു 3-ാം ലോക മഹായുദ്ധത്തിൻ്റെ ചാലിനെ കാണിക്കുന്നു. ഇടവേളയിലേക്ക് പോയി 3 വാക്യങ്ങൾ. ചൈനയുടെ സിൽക്ക് പാതം. ഷിയാ പ്രവചനം 49:9-12 അവർ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വരുന്നു. അവർ സിനീം ദേശത്ത് നിന്ന് വരൂ. ചൈന വഴി ഒരു സിൽക്ക് പാത. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, ഇറാനിൽ കൂടി അറബ് രാജ്യങ്ങൾ, ഇറാഖ് കഴിയുമ്പോൾ യൂഫ്രട്ടീസ് ടൈഗ്രീസ്, അക്കരെ തുർക്കി, സിറിയ വഴി ഇസ്രയേലിനെ ആക്രമിക്കും. ലോകരാജ്യങ്ങൾ ചൈനയുടെ സിൽക്ക് പാത. ഷിയാ പ്രവചനം 19:21-24 ഇന്നലെ ഞാൻ പറഞ്ഞു, അശൂര്യർ മിസ്രൈമ്യരുമായി, മിസ്രൈമർ അശൂരുമായി ആരാധന കഴിക്കും. ഏശാവിൻ്റെ കൂടാരം അറബ് ലീഗ് ഒരുമിക്കുമെന്നും OIC മീറ്റ് നടക്കുമെന്നല്ലേ. അന്നാളിൽ ഇസ്രയേൽ ഭൂമിയുടെ മധ്യ ഒരു അനുഗ്രഹമാകും. 6 കാലുള്ള നക്ഷത്രത്തെ ദുബായിൽ ഉയർത്തിക്കൊണ്ട് ഇസ്രയേലിൻ്റെ എംബസി, ബഗറിനകത്ത് എംബസി, ട്രംപ് അതിനു വേണ്ടി വഴിയൊരുക്കുന്നു. എമിറേറ്റ്സിൻ്റെ വിമാനം ടെല്ലവീവ്, ഇത്തിയാദ് ഇറങ്ങുന്നു, ഫ്ലൈ ദുബായ് ഇറങ്ങുന്നു. എല്ലാം ഇന്നലെ തിരുവനന്തപുരം എയർപോർട്ടിൽ രാവും പകലും വിമാനം ഇറങ്ങുന്നു. സിറ്റുവേഷൻസ് എല്ലാം അത്തിതളിർത്തു കൊമ്പിളതായി. അതിനോടനുബന്ധിച്ച് യൂഫ്രട്ടീസ് ടൈഗ്രീസ് പറ്റുമോ? അന്തിമയുദ്ധം ദൈവസഭ എടുക്കപ്പെടുമ്പോൾ വെളിപ്പാട് 16-12 ഇന്നലെ വായിച്ചു. 6-ാമത്തവൻ തൻ്റെ കലശം യൂഫ്രട്ടീസ് നദിയിൽ ഒഴിച്ചു. അപ്പോൾ കിഴക്ക് നിന്ന് ഇന്ത്യ വഴി വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കുവാൻ യൂഫ്രട്ടീസിലെ വെള്ളം പറ്റിപ്പോയി. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അട്ടട്ടാർ എന്ന് പറയുന്ന തുർക്കിയിലെ ഒരു ഡാം പണിയുന്നു. നെയ്യാറിൽ വെള്ളം കെട്ടിയതുപോലെ തുർക്കി വെള്ളത്തെ പിടിച്ചെടുക്കുന്നു. ഇറാഖിലെ യൂഫ്രട്ടീസ് വട്ടി വരളുന്നു. ഒരു വലിയ പാത അവിടെ ഒരുങ്ങുന്നു. അവസാനമായി മത്തായി 7:24-25 ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യരെ പോലെ പെരുങ്കാറ്റ്, കൊടുങ്കാറ്റ്, വൻമഴ ഈ വീട്ടിന്മേൽ അലച്ചു. ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ടത് കൊണ്ട് അത് വീഴുവാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. ഈ വചനങ്ങളെ കേട്ട് മണലിന്മേൽ അടിസ്ഥാനമിട്ട് കള്ളുകുടിച്ച് കഞ്ചാവടിച്ച് ലോകത്തിൻ്റെ മോഹങ്ങളിൽ പോയി പ്രസംഗം കേൾക്കാതെ, വചനം കേൾക്കാതെ, വയറ്റിപ്പഴപ്പം നദപ്പതിപ്പിച്ചുകൊണ്ട് വാക്യം പറഞ്ഞ് നടക്കുന്ന നിന്റെ വീട് വീഴും. ആ വീഴ്ച വലുതായിരുന്നു. ഇന്നലെ രാത്രി ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു, അവൻ്റെ കീഴെ പാതാളം അവനെ വിട്ടൊഴിഞ്ഞിരിക്കുന്നു. സത്യവചനം കേട്ട് രക്ഷയുടെ പെട്ടകത്തിനകത്ത് കിടക്കുവാൻ കൺവെൻഷൻ കൂട്ടങ്ങളുടെ 1-ാമത് രാത്രി ഒരിക്കൽ കൂടി ഈ രാത്രിയും ദൈവദാസനാകുന്ന ഞാൻ ഇന്നലത്തെ ലോക സംഭവങ്ങൾ ബൈബിളുമായി തട്ടിച്ച് പറയുമ്പോൾ ഇന്ന് രാത്രി ദൈവകുഞ്ഞുങ്ങളോട് ഒരിക്കൽ കൂടി പറയുന്നു, കാലം അതിൻ്റെ അന്ത്യത്തിൽ
യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിൽ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ മീഡിയയ്ക്കകത്തും നിങ്ങളുടെ മൊബൈലിനകത്തും പത്രവാർത്തകളിലും ബൈബിൾ പ്രവചനങ്ങളും കൂട്ടി വായിക്കുമ്പോൾ ഇന്ന് രാത്രി അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായവിട്ട് അനന്തനിത്യയുടെ കവാടങ്ങൾ എനിക്ക് വേണ്ടി തുറക്കുമ്പോൾ എൻ്റെ കാന്തൻ വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കൺവെൻഷൻ 2ാമത് രാത്രി വരണം. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുകയും കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. കള്ളിമൂടെ, കിളിയൂരെ, ഇരാലുമൂടെ ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കാം, എല്ലാവർക്കും ബൈബിൾ തുറങ്ങാം. എവരിവൺ ഓപ്പൺ യുവർ ബൈബിൾ. മത്തായി സുവിശേഷം 24:6-7 വാക്യങ്ങൾ. കുഞ്ഞു വയസ്സായിക്കാം. മത്തായി 24:6-7 വാക്യങ്ങൾ. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. കള്ളിമൂട്ടിലെ ദൈവജനങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. അടുത്തത്, ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ. ഇതൊന്നും കണ്ട് വിറയ്ക്കൊന്നും വേണ്ട, ഇതൊക്കെ ഇവിടെ നടക്കാനുള്ളതാ. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ. അത് സംഭവിക്കേണ്ടത് തന്നെ. ഇതെല്ലാം സംഭവിക്കണം മക്കളെ. കർത്താവ് വരും, ഇതെല്ലാം സംഭവിക്കണം. അടുത്തത്, എന്നാൽ അത് അവസാനമല്ല. ദിസ് ഈസ് നോട്ട് ഗോയിങ് ആൻ എൻഡ്. ഇതൊരു അവസാനമല്ല. ജാതി ജാതിയോടും, കാസ്റ്റ് ടു കാസ്റ്റ്, ജാതി ജാതിയോടും, രാജ്യം രാജ്യത്തോടും എതിർക്കും, കൺട്രി ടു കൺട്രി എതിർക്കും. അടുത്തത്, ക്ഷാമവും ഭൂകമ്പവും അവിടെ അവിടെ ഉണ്ടാകും. അതാ ക്ഷാമം ഉണ്ടാകും, അതിൻ്റെ കൂടെ ഭൂകമ്പം ഉണ്ട്. അടുത്തത് നമ്മുടെ പ്രസംഗം. ഇതൊക്കെയും എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭം. അതാ ഗർഭിണിക്ക് ലേബർ പെയിൻ വരുന്നത് പോലെ ഈറ്റുനോവിന്റെ ആരംഭം. ഒരു നിമിഷം നിങ്ങൾ യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്. അത് സംഭവിക്കാനുള്ളത്. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്ക്, ക്ഷാമവും ഭൂകമ്പം അവിടെ അവിടെ ഉണ്ടാകും. ഇതൊക്കെ ഈ ഈറ്റുനോവിന്റെ ആരംഭം. കണ്ണുകൾ മൂടാം. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. മഹാദൈവത്തിന്റെ തിരുസാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ബഹുമാനപ്പെട്ട പാസ്റ്റർ പറഞ്ഞതുപോലെ മണ്ഡപത്തിൻ കടവ് വരെ മഴ പെയ്യുന്നുണ്ട്. ധനുവച്ചപുരത്തും മണിവിളയൊക്കെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. എന്നാൽ ഒരു 5-6 കിലോമീറ്റർ ദൂരം 6 മുതൽ നമ്മുടെ മഹത്വാനായ കർത്താവ് നമുക്ക് വേണ്ടി ഒരു കുട നിവർത്തി തന്നു. അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, കണ്ണുനീരിനെ മാനിക്കുന്ന ദൈവം, തൻ്റെ കുഞ്ഞുങ്ങളുടെ നിലവിളി മാനിക്കുന്ന നല്ല ദൈവത്തിന് കോടാനുകൂടി സ്തോത്രം. എത്ര പേർ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന പ്രിയർ, ചതഞ്ഞ ഓടവടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത നല്ല ദൈവം, ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ഇന്ന് രാത്രി കരുണാമയനായ ദൈവത്തിന്റെ കരം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ അല്പസമയം ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കും. പഴയ നിയമത്തിന്റെ മരണത്തിന്റെ നദി യോർദാന്റെ പക്കത്ത് ആരെങ്കിലും കാൽ ചവിട്ടിയാൽ അവരെ എക്കലിനകത്ത് പുതഞ്ഞു മരിക്കും. മോശയ്ക്ക് ശേഷം ഒരുവനെ ദൈവം തിരഞ്ഞെടുത്തു, യോശുവ ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സ്വർഗമേ എന്നെ കൊണ്ടതും കഴിയത്തില്ല. സ്വർഗാവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോശയോട് കൂടെ ഇരുന്നത് പോലെ എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. മകനെ മകളെ, PhD അല്ല വലുത്, അവന്റെ ബലമുള്ള കൈ കീഴിൽ നീ താഴ്മയോടെ ഇരുന്നാൽ നിന്റെ പ്രാർത്ഥന കേട്ട് കരം പിടിച്ച് നടത്തുന്ന ഒരു കർത്താവ്, യോശുവയുടെ കരത്തെ തൊട്ട കരം ഇന്ന് രാത്രി വെളിപ്പെടും. ദൈവശക്തി അവന്റെ മേൽ വ്യാപരിച്ചു. 4 കാര്യം അവൻ ചെയ്തു. 1 വചനം പറഞ്ഞു, 2 വിശുദ്ധിക്ക് വേണ്ടി നിന്നു, 3 രാത്രിയുടെ യാമത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചു, 4 ഒരു കാര്യം പറഞ്ഞു, നാളെ യഹോവ നമ്മുടെ ഇടയിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കും. ആഴി എന്തെന്നറിയാതെ പ്രഭാതത്തിൽ പുരോഹിതന്മാർ യാത്രയായി പഴയ നിയമത്തിന്റെ ഭരണത്തിന്റെ നദിയായി യോർദാന്റെ വക്കത്ത് കാൽ ചവിട്ട് അവരുടെ തോളിനകത്ത് പെട്ടകമുണ്ടായിരുന്നു. നാട്ടുകാരും വീട്ടുകാരും വിചാരിച്ചു ഇവർ എക്കൽ കാലത്ത് അതിനകത്ത് പുതഞ്ഞ് മരിക്കുമെന്ന്. നാട്ടുകാർ പലതും പറയും, വീട്ടുകാർ പലതും പറയും, നിന്റെ ബന്ധുക്കൾ പലതും പറയും. എന്നാൽ നിയമത്തിന്റെ പെട്ടകവുമായി ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് നീ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ നാളുകളായി നിനക്കെതിരെ പോരാടുന്ന യോർദാന്റെ ഒഴുക്കുകളെ മാറ്റുവാൻ ഇസ്രയേലിന്റെ പാളയത്തിനകത്ത് ഇറങ്ങി വന്ന കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുക, വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിന്റെ പോരുകളെയും കാൽവരുടെ കൊലക്കളത്തിൽ തകർത്ത് ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ നാമം ഇന്ന് രാത്രി കുഞ്ഞ് നിനക്ക് വേണ്ടി വെളിപ്പെടുമ്പോൾ നാളുകളായി നിന്നെ മറുകര കടത്താതെ നിനക്കെതിരെ പോരാട്ടങ്ങൾ വെച്ചുകൊണ്ട് ഒരുക്കുന്ന ഒഴുക്കുകളെ മാറ്റി നിന്നെ മറുകര കടത്തുവാൻ ഇസ്രയേലിന്റെ പാളയത്തിനകത്ത് ഇറങ്ങി വന്ന കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെടും. അവർ കാൽ ചവിട്ടിയത് യോർദാന്റെ വക്കത്ത്, പക്ഷേ ദൈവകരം ഇറങ്ങിയത് ഈജിപ്തിലെ അരാബായിൽ ഉപ്പുവെള്ളത്തെ ചിറ പോലെ കെട്ടി നിർത്തിയെങ്കിൽ ഇന്ന് രാത്രി നീ ഗ്രൗണ്ടിനകത്ത് ആരാധിക്കുമെങ്കിൽ നിന്റെ
എൻ്റെ വീട്ടിനകത്ത് പുരയ്ക്കകത്ത് ഒരത്ഭുതം ചെയ്യുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവശക്തൻ, വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഇടുക്കി മൂലമറ്റത്തൊരു ടർബൈൻ കറങ്ങുമ്പോൾ സെക്കൻഡ് കൊണ്ട് വെള്ളറുടെ ഒരു കൈമാസ് ലൈറ്റ് കത്തുമെങ്കിൽ അതിലും വേഗത്തിൽ സഞ്ചരിക്കുന്ന പവർ ഓഫ് ദ വേർഡ് ഓഫ് ദ ഗോഡ്, ദ സെക്കൻഡ് ഡേ ഗിവിംഗ് മിറക്കിൾ, യേശുവിൻ്റെ നാമത്തിൽ. കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപ്പാദ പീഠത്തിൽ വരുന്നു. കഴിഞ്ഞ രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ച മഹാദൈവം ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ ആഗതനായിട്ടുണ്ടല്ലോ. അങ്ങയുടെ ശബ്ദം അഗ്നിജ്വാലകളെ പൊട്ടിക്കുന്നു, തിരുശബ്ദം പെരുവെള്ളത്തിന് മീതെ മുടങ്ങുന്നു, തിരുശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. ഇന്ന് രാത്രി ഹല്ലേലൂയ, കാദേശ് മരുഭൂമിനെ നടുക്കിയ ശബ്ദം ഇന്ന് രാത്രി കള്ളിമൂടിൽ വെളിപ്പെടുമ്പോൾ ലെബനോനിലെ ദേവദാരുക്കളുടെ തോൽ ഉരിച്ചു മാറ്റിയതുപോലെ ചില മദ്യപാനികൾ യേശുവിനെ കാണുവാൻ, കുടുംബജീവിതം തകർന്നവർ യേശുവിനെ കാണുവാൻ, ഈ ശബ്ദ സീമയ്ക്കുള്ളിൽ ആത്മഹത്യ ഒതുക്കുന്നവർ ഇന്ന് കാന്തന് വേണ്ടി കരമുയർത്തുക. ഇന്ന് രാത്രി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ കയ്യിലെ മയക്കുമരുന്നുകൾ വലിച്ചെറിഞ്ഞ് കാൽവറിയിലേക്ക് നോക്കുന്ന നല്ല രാത്രിയായി മാറട്ടെ. ഇതിൻ്റെ പിൻപിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണം. കടന്നു വന്ന മക്കളെല്ലാം ദൈവം കാക്കണം. അവരുടെ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണം. രോഗത്താലോ ഭാരത്താലോ ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ വിശ്വസ്തനായ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി വെളിപ്പെടണം. കർത്തൃദാസൻ വായിച്ചതുപോലെ മരുഭൂപ്രയാണത്തിൽ അഗ്നിസർപ്പത്തിന്റെ ദംശനമേറ്റ ആയിരങ്ങൾ പട്ടുവീഴുമ്പോൾ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയത് കണ്ട് ഇസ്രായേൽ പാളയം രക്ഷ പ്രാപിച്ചതുപോലെ 2024 കള്ളിമൂടി ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തുമ്പോൾ ആയിരങ്ങൾ ആ രക്ഷയിലേക്ക് കടന്നു വരുക. ഈ കൺവെൻഷൻ കൂട്ടങ്ങൾ മുഖാന്തരമാകട്ടെ. ശബ്ദം, വെളിച്ചം, പ്രകൃതി കടന്നു വന്ന മക്കളെല്ലാം ദൈവം കാക്കണം. ഈരാറ്റിൻമൂടും കർത്താവെ കള്ളിമൂടും ദൈവത്താൽ മാനിക്കപ്പെടട്ടെ. ഒരു രാത്രി കൂടി വചനവുമായി അടിയിൽ നിൽക്കുന്നു. കഴിഞ്ഞ രാത്രി പ്രസംഗിച്ചതിൻ്റെ മഹത്വമല്ല, വചനത്തിൻ്റെ വാതിലുകളെ തുറക്കണം. പിതാവേ, ഞങ്ങളുടെ പേരോ പ്രശസ്തി ഉയരരുത്, നാഥൻ്റെ നാമം മാത്രം ഈ കൺവെൻഷനിൽ ഉയരണം. അപ്പച്ചാ, മഴയും കാറ്റും വന്ന് ഞങ്ങളുടെ യോഗത്തിന് വരരുത്. അങ്ങയുടെ തിരുക്കര നീട്ടി ഞങ്ങളെ മാനിക്കുന്നതിനായി നന്ദി. വരവിനായി ഒരുക്കും പ്രത്യാശയിൽ നിറക്കും. പ്രാർത്ഥന മാനിച്ചതിന് നന്ദി. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. കരമുയർത്തി കർത്തർക്ക് മഹിമ കൊടുക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും ബൈബിളിലേക്ക് പടപടാ വാക്യങ്ങൾ പുറകെ പുറകെ കുഞ്ഞും വായിക്കും. നമ്മുടെ വിശുദ്ധ ബൈബിൾ 31,171 വാക്യങ്ങൾ, 39 പഴയ നിയമ ഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ പൂർണ്ണമായും ബൈബിൾ. പുതിയ നിയമത്തിനകത്ത് 262 അധ്യായങ്ങൾ. തുടക്കം 4 തലമാ സുവിശേഷത്തിൻ്റെ ഏടുകൾ മത്തായി, മർക്കോസും ലൂക്കോസും യോഹന്നാനും. യേശുക്രിസ്തുവിൻ്റെ മശിഹാത്വം, യേശുക്രിസ്തുവിൻ്റെ ദാസത്വം, യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം. 4 സുവിശേഷങ്ങൾ. സുവിശേഷങ്ങളുടെ ആഗോളമായ പ്രശസ്തി 5 കാര്യങ്ങൾ. 1 നാഥൻ്റെ ജനനം, 2 ജീവിതം, 3 മരണം, 4 ഉയർത്തെഴുന്നേൽപ്പ്, 5 പെന്തിക്കോസ്തുകാരധികം പ്രസംഗിക്കത്തില്ല, അവൻ രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരും. AD 30 കാൽവറിയിലെ ക്രൂശീകരണം. അതിനുശേഷം യോഹന്നാൻ എന്ന എഴുത്തുകാരനെ കൂടി എഴുതുന്നത് AD 37 മത്തായി സുവിശേഷം. ഇതിനകത്ത് 1278 വാക്യങ്ങളുണ്ട് മക്കളെ. 28 അധ്യായങ്ങളുണ്ട്. 5 കഥാപാത്രങ്ങളെ സ്വർഗം കാത്തു പരിപാലിക്കുന്നു. 1 യേശു, 2 അമ്മ മറിയ, 3 സ്നാപക യോഹന്നാൻ, 4 ഹെരോദാവ്, 5 പീലാത്തോസ്. 5 പട്ടണങ്ങളെ ഇതിനകത്ത് കാണിക്കുന്നു. 1 ബേഥലഹേം, 2 ശമരിയ, 3 യഹൂദിയ, 4 ഒലിവുമല, 5 കാൽവറി മല. അധ്യായം 1 യേശുക്രിസ്തുവിൻ്റെ വംശാവലി. അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ യേശുക്രിസ്തു വരെ 14, 42 വംശങ്ങളുടെ വംശാവലി. അധ്യായം 1. അധ്യായം 2 വരുമ്പോൾ മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. അവൻ്റെ ജനനത്തെപ്പറ്റി അതിനകത്ത് എവിടെ ആടിൻ്റെ പരമയാഗം. ഇനിയെല്ലാം ശ്രദ്ധയോടെ ഉൽപ്പത്തിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം, ആദിയിൽ ദൈവം ആകാശം ഭൂമി, വാഴും ശൂന്യവും ഇരുൾ ഭൂതലത്തിൽ, വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. 2 എത്യോപ്യയുടെ മണ്ണിൽ നിന്ന് 6 ഘടകങ്ങൾ, സാദൃശ്യവും സ്വരൂപവും തേജസ്സും ബഹുമാനവും അധികാരവും ജീവശ്വാസവും ആരപടഞ്ഞാദം തക്ക തുണയായി ഹവ്വായെ കൊടുത്തു. അവരെ കൊണ്ടുവന്ന് പാർപ്പിച്ചതാ ഏദനകത്ത്. അടക്കി വാഴുക, പെറ്റുപെരുക, സന്താനപുഷ്ടിയുള്ളവരാകുക, നിത്യം നിത്യം ദൈവത്തെ ആരാധിക്കുക. ഒരു ദിവസം 1000 സംവത്സരം. തോട്ടത്തിൻ്റെ നടുവിൽ നന്മയുടെയും തിന്മയുടെയും ഫലം വെച്ചിട്ടുണ്ട്. തിന്നുന്ന നാളിൽ നിങ്ങൾ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തും. സർപ്പം കവ്വയോപായത്തിൽ പനച്ചു മൂട്ടിപ്പോയ തങ്കച്ചാനോട് സംസാരിച്ചതുപോലെ അമ്മാമ്മയോട് സർപ്പം സംസാരിച്ച് കഴിച്ചോ കഴിച്ചോ അച്ചായനും കൊടുക്കുവാൻ. മടങ്ങി വന്ന് നല്ല ചൂടുള്ള അച്ചായനും കിട്ടി. പകുതി ആപ്പിൾ 7 സ്വർഗത്തിൻ്റെ ക്യാമറ ഇറങ്ങി രക്ഷയുടെ തേജസ് നഷ്ടപ്പെടുത്തി. 1ാമത്തെ മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പനകളെ നിരസിച്ചപ്പോൾ, ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ, മരപുരിയാട കൊണ്ട് അവരുടെ നഗ്നത പറിച്ച് തോട്ടത്തിന് പുറത്തു പോയപ്പോഴോ സർവശക്തൻ്റെ
ശബ്ദം അവരുടെ കാതിൽ മുഴങ്ങുന്നു. ആദമേ നീ എവിടെ? മനസ്സിലാകുന്നവർക്കായി. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി സ്വർഗീയ സ്നേഹത്തിൽ നിന്ന് അകലുമ്പോൾ അവനെ മടക്കിക്കൊണ്ടുവരുവാൻ കാത്തിരിക്കുന്ന ഒരു നല്ല ദൈവത്തെയായി ഇന്ന് രാത്രിയും ഞങ്ങൾ ഉയർത്തുന്നത്. 2 ആടിൻ്റെ പരമയാഗം. ഇസ്രായേൽ ജനം ഇസ്രയേലിൻ്റെ പാളയത്തിനകത്ത് കട്ടക്കളത്തിൽ ഊഴിയ വിചാരകന്മാരുടെ ചാട്ടവാറ് പെസഹായിൽ ആയിരക്കണക്കിന് ആണ്ടുകളെ അറുത്തു. കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കട്ടളക്കാലിന്മേൽ കുറുമ്പടിമേൽ ആയിരക്കണക്കിന് ജനം ആ രക്തത്തിൻ്റെ മകത്വമായി പടിനിമത്തിൻ്റെ വിമോചകനായ മോശയിൽ കൂടി ചെങ്കടൽ കിടക്കുന്നു. 2 ഒരു പാളയത്തിനകത്ത് ആയിരക്കണക്കിന് ആടുകൾ. 3 ദൈവസഭയ്ക്ക് വേണ്ടി ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ദൈവാലയം BC 606 വരുമ്പോൾ ആ കാലഘട്ടത്തിൽ നെബൂഖദ്നേസർ തകർത്ത ആലയം ശലോമോന്റെ ദേവാലയം 1,56,000 പരം ആടുകൾ. ആടിൻ്റെ രക്തം അവിടെ ഒഴുക്കി. അവൻ നല്ലവൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവസാന്നിധ്യം ഇറങ്ങി. അപ്പോൾ ആലയത്തിന് വേണ്ടി അനവധി ആടുകളെ അറുത്തു. 1 പാപം ചെയ്ത മനുഷ്യൻ രക്ഷയുടെ തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ മരവുരിയാട്. അതിനുശേഷം 2ാമത്തെ ഒരു ഭാഗം വിട്ടുപോയി. ആദ്യത്തെ ആടിൻ്റെ പരമയാഗം അതെവിടെയാണ്? കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാമിനെ വിളിച്ചു. 1800 കിലോമീറ്റർ വാഗ്ദത്ത കനാൻ. അവിടെ വരുമ്പോൾ ഒരു സന്തതിയെ ലഭിച്ചു. അതിൻ്റെ പേര് ഇസഹാക്ക്. 9918 വാർദ്ധക്യത്തിൻ്റെ ഇരുളിനകത്ത് ദൈവം കൊടുത്ത സന്തതി. അവൻ വീട്ടിനകത്ത് വളർന്ന് പക്വതയോടെ ഇരിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ കൽപ്പന വന്നു. ഈ കുഞ്ഞുമായി മോറിയാദേശത്തുള്ള മലയിൽ കൊണ്ടുപോയി ഈ കുഞ്ഞിനെ യാഗപീഠത്തിൽ സമർപ്പിക്കണം. അബ്രഹാമിൻ്റെ നെഞ്ചിനകത്തൊരു വേദന. ഇനി കുഞ്ഞിനെ കിട്ടുമോ? സാറായിക്ക് വേറെ മക്കളെ കിട്ടുമോ? എങ്കിലും സർവശക്തനല്ലേ പറഞ്ഞ. പ്രഭാതത്തിൽ വിറകം കത്തിയെടുത്ത് കുഞ്ഞിൻ്റെ തലയിൽ കൊടുത്ത അമ്മച്ചി കുഞ്ഞ് ചോദിച്ച് അനവധി യാഗത്തിന് ആടിൻ്റെ കയറുമായി പോയി. ഇസഹാക്ക് ചോദിച്ചു, അപ്പാ വിറകൊണ്ട് കത്തിയുണ്ട്, യാഗപീഠത്തിൽ സമർപ്പിക്കേണ്ട മൃഗം എവിടെ? അബ്രഹാം പറഞ്ഞ് യഹോവ കരുതിക്കൊള്ളും. ഇതാ വിശ്വാസത്തിൻ്റെ നായകൻ, പൂർത്തി വരുത്തുന്നവൻ്റെ കരം. അബ്രഹാമിൻ്റെ അകത്തൊരു വിശ്വാസമുണ്ട്. ഈ ചെറുപ്പക്കാരനെ കൊണ്ടുപോയി ഞാൻ അതിനകത്ത് കത്തിച്ച് ചാമ്പലാക്കിയാലും അതിൻ്റെ നടുവിൽ നിന്ന് ആയിരക്കണക്കിന് ഇസഹാക്കുമാരെ കൊണ്ടുവരുവാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം, എൽ ഷദ്ദായിയായ ദൈവം. അതുകൊണ്ട് അവൻ വിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞു, യഹോവ കരുതിക്കൊള്ളും. 3 ദിവസത്തെ വഴിയാത്രയാൽ അവർ ദൂരത്തെത്തി. അവസാനം മോറിയ മലയിൽ ചെന്നു. അബ്രഹാമിൻ്റെ മനസ്സിനകത്തൊരു പിടയിൽ ഈ കുഞ്ഞിനെ എങ്ങനെ കറക്ക്. കൈകാലുകൾ വിറകും കൂട്ടത്തിനകത്ത് കെട്ടി യാഗത്തിന് വേണ്ടി സമർപ്പിച്ചു. അവസാനമായി അവൻ്റെ പ്രാർത്ഥനയുടെ കത്തി ഉയർത്തി സ്വർഗത്തോട് നിലവിളിച്ചു. സ്വർഗത്തോട് പറഞ്ഞു, തൻ്റെ രക്തത്തിന് രക്തം, മാംസത്തിന് മാംസം, ജീനിന് ജീനുമായ ഈ കുഞ്ഞിനെ ഞാൻ അറുക്കുവാൻ പോകുക. സ്വർഗം ലാസ്റ്റ് മൊമെന്റിൽ പ്രാർത്ഥനയുടെ മറുപടിക്കായി പറഞ്ഞു, അബ്രഹാമിൻ്റെ ബാലകന്റെ മേൽ കൈവെക്കരുത്. അവന് പകരമായ ഒരു ആട്ടിൻകുട്ടിയെ ഞാൻ മലഞ്ചരിവിൽ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ 2ാമത് രവ്. സഹോദരി, നിന്റെ വിചാരമല്ല ദൈവത്തിൻ്റെ വിചാരം. ചെറുപ്പക്കാരാ, നീ കണ്ട വഴിയല്ല ദൈവത്തിൻ്റെ വഴി. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന ഒരു അത്ഭുതത്തിൻ്റെ വഴി തുറക്കുക. ഇസഹാക്കിൻ്റെ യാഗപീഠത്തിനകത്ത് ഇറങ്ങി വന്ന കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ഒരു വഴി നിനക്കെതിരെ പ്രതികൂലം ആഞ്ഞടിക്കും, ഒരു പക്ഷി പ്രതിസന്ധി ആഞ്ഞടിക്കും, മരണത്തിൻ്റെ വാറണ്ടുകൾ നിനക്കെതിരെ വരും. എന്നാൽ ഇന്ന് രാത്രി പറയണം, മറുവഴിയായി എനിക്കൊരു വിടുതൽ വരുന്നുണ്ട്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും? ഇന്ന് രാത്രി പ്രത്യാശയുടെ സ്വീകാരം, വിശ്വാസം മുറുകെ പിടിച്ച് യാത്ര ചെയ്യുന്ന ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് വാർത്തെടുക്കട്ടെ. ലോകം പറയും തകർന്ന് കാണും, നാട്ടുകാർ പകരം തകർന്ന് കാണും. എന്നാൽ ഇന്ന് രാത്രി പറയും, ക്യാൻസർ അല്ല വലുത്, മറുപടിയായി ദൈവത്തിൻ്റെ കൃപ എൻ്റെ കൂടെയുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ട്യൂമർ അല്ല. ഇന്ന് രാത്രി കരം ഉയർത്തി പറയണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? നീ പതറുവാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല, നീ തളരുവാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. ഒരു വഴിയായി പ്രതികൂലമാഞ്ഞടിക്കുമ്പോൾ നിന്റെ പടക് തകരുമെന്ന് ഈശാന മൂലം നിന്നെ തകർക്കുക. കൊടുങ്കാറ്റും പെരുങ്കാറ്റും നിനക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ ഇന്ന് രാത്രി കരമുയർത്തി പറഞ്ഞ എൻ്റെ പടകിനകത്ത് ഒരുവനുണ്ട്, അമരക്കാരനായി നല്ല നാഥനുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഇസഹാക്കിന് വേണ്ടി ഒരു ആട്ടിൻകുട്ടി, ഇസ്രായേലിന്റെ പാളയത്തിനകത്ത് വിടുതലിന് വേണ്ടി ആട്ടിൻകുട്ടി, അതിന് കഴിഞ്ഞ് യെരൂശലേം ദൈവാലയത്തിന് ആട്ടിൻകുട്ടി. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി. വീട്ടിനകത്ത് പകയും പിണക്കവും കോപവും നൊന്തുപക്ഷവും ജാരശങ്കയും, അത് കഴിഞ്ഞ് ടൈഫോയിഡും കുഷ്ഠവും എല്ലാം വരുമ്പോൾ പാപത്തിന്റെ പരിഹാരത്തിന് ഊനമൃഗങ്ങളെ, കുറുപ്രാവിനെയും ആട്ടുകുട്ടിയെ എല്ലാം അറക്കാൻ തുടങ്ങി. മിണ്ടാപ്രാണികളുടെ രക്തം വീണപ്പോൾ സ്വർഗത്തിന്റെ ക്യാമറ ഇറങ്ങി. സ്വർഗം ചോദിച്ച്, എന്തിനാ ഇതിനെ അറക്കുന്നത്? സകല പാപത്തിന്റെ പരിഹാരത്തിന് ഒരു രക്തം ചിന്തണം. ആർ പോകോ? പിതാവിന്റെ സന്നിധിയിൽ ഒരുവനുണ്ടായിരുന്നു, അവൻ പറഞ്ഞു, ഞാൻ പോകാം. ഇന്ന് രാത്രി മുതൽ വീണ്ടും ഞങ്ങൾ അവനെ ഉയർത്തുന്നു. അവന്റെ പേരത്രേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി അവന്റെ ജനനം സാധാരണ ജനനമല്ല. ജനിക്കുന്നതിന് മുമ്പ് പ്രവചനങ്ങളുടെ നിവർത്തിയ മീക്ക 5:2 ബൈബിൾ കൂട്, നീയോ ബേത്ലഹേം എഫ്രാത്തെ സഹസ്രാബ്ദങ്ങൾ ചെറുതെങ്കിലും ഉലകത്തെ പുറപ്പെടുവിക്കുവാനുള്ളവൻ, നിന്നിൽ
നിന്നിൽ നിന്ന് ഉരുവാകും. 2 യെശയ്യാ പ്രവചനം 9:6 നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിന്മേലിരിക്കും, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാനത്തിൻ്റെ പ്രഭു, നിത്യപിതാവ്. ഇനി ഒന്നുകൂടെ ഉള്ളു, അവൻ സമാധാനത്തിൻ്റെ പ്രഭുവായി വരാറായി. 3-ാമത്തെ അടുത്ത പ്രവചനം യെശയ്യാ 7:14 കന്യക ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കുക, അതിനെ ഇമ്മാനുവേൽ. ഇവിടെ ചെറുപ്പക്കാരികളും ഇരിക്കുക. സ്വോത്രം മനസ്സിലാക്കണം. സ്ത്രീലകത്ത് നേരത്തെയുള്ള പ്രവചനമാണ്, സർവശക്തൻ്റെ ജനനം. അത് കഴിഞ്ഞ് ആ കാലത്ത് അനവധി പെൺകുട്ടികളും വിഭാഗം കഴിക്കാതിരുന്ന എന്താ ഈ പ്രവചനം ഓർമ്മ. കന്യക ഗർഭം ധരിക്കും, ഉയരത്തിലെ ശക്തിയാൽ ഒരു പൈതൽ, ഇമ്മാനുവേൽ എന്ന് പേരിടും. ആ കാലഘട്ടത്തിൽ ഇസ്രായേലിലെ ചരിത്രം അനവധി പെൺകുട്ടികൾ വിവാഹം കഴിക്കാതിരിക്കുന്ന ആരില്ല ഇത് ഉരുവാകുന്ന. പക്ഷേ അതുകൊണ്ട് ഗബ്രിയേൽ മാലാഖ മറിയയുടെ അടുത്ത് വന്നിട്ട് അമ്മാമേ പറഞ്ഞു, കൃപ ലഭിച്ച മറിയമേ നിനക്ക് വന്ദനം. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അനവധി പെൺകുട്ടികൾ. ആ കുഞ്ഞിൻ്റെ പേരെന്താ? ഇമ്മാനുവേൽ എന്ന് പേരിടണം. ദൈവം നമ്മോടുകൂടെ. പച്ചയ്ക്ക് പറയാൻ ലൈവ് പോയാലും കുഴപ്പമില്ല. ഇന്ന് പെന്തിക്കോസിൽ ഉപദേശിമാരും സഭയിലും കുഞ്ഞുങ്ങളും ഒക്കെ പ്രാർത്ഥിച്ച് പെന്തിക്കോസുകാരന് തുണിക്കട കിട്ടി. തുണിക്കടയുടെ പേര് ഇമ്മാനുവേൽ സിൽക്ക്. ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന സെൻട്രൽ പാസ്റ്റർ, സഭാ പാസ്റ്ററും അല്ല, ഹണി റോസ്. നിന്നെ അടിക്കാൻ ദൈവം വടിയെടുത്തിരിക്കുന്നു. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അതിനായി ഞാൻ അത് ഇമ്മാനുവേൽ ഓർത്തപ്പോഴാണ് പറഞ്ഞ സ്വോത്രം. അതുകൊണ്ട് പെന്തിക്കോസുകാരെ മടങ്ങി വരണം. സ്വോത്രം. മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് ഒരു കുഞ്ഞാടറുക്കപ്പെടണം. ബേത്ലഹേമിൽ അവൻ പൂജാതനായി, മാതാപിതാക്കളുടെ നടുവിൽ അവൻ വളരുന്നു. അതാ മത്തായി സുവിശേഷം 2. അതുകൊണ്ട് ആ കുഞ്ഞാടിനെ യോഹന്നാൻ പരിചയപ്പെടുത്തുന്നു. പെന്തിക്കോസിന്റെ കുഞ്ഞാടല്ല, CSIയുടെ കുഞ്ഞാടല്ല, മർത്തോമയുടെ കുഞ്ഞാടല്ല. യോഹന്നാൻ വരച്ച് കാട്ടുന്നു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. രക്തം ചിന്താതെ പാപത്തിന് വിമോചനമില്ല. പാറശാല CPMന്റെ ശിബിരം നടക്കുമ്പോൾ സഖാക്കൾ മുൻപേ വിളിക്കും, പിണറായി വിജയന്റെ പേരല്ല, രക്തസാക്ഷികൾ ചിന്താവ്. രക്തസാക്ഷി മരിച്ചിട്ടില്ല. അതിനിടയ്ക്ക് കാട്ടാക്കട കല്ലൂരി മൈതാനം, അവിടെ BJP സുഹൃത്തുക്കൾ ആദ്യം വിളിക്കോ. വാജ്പേയിയുടെ, മോഡി സാറിന്റെ പേരല്ല, ബലിദാനികൾ സിന്ദാബ, ബലിദാനികൾ സിന്ദാബ. രക്തം ചിന്താതെ പാപത്തിന് വിമോചനമില്ലെങ്കിൽ സകല പാപത്തിന്റെ പരിഹാരത്തിന് ഒരുവൻ രക്തം ചിന്തി. അതത്രേ ഞങ്ങൾ ഉയർത്തുന്ന യേശു ക്രിസ്തു. അതുകൊണ്ട് അവൻ പറഞ്ഞ, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. അത് കഴിഞ്ഞിട്ട് ബാക്കി പെന്തിക്കോസുകാർ മിണ്ടുന്നില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. സ്വോത്രം. അങ്ങനെ യേശു മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഭൂതലത്തിൽ 30-ാമത്തെ തിരുവയസ്സിൽ യോർദാനിലെ കലക്കവെള്ളത്തിൽ സ്നാനമേറ്റു. സ്നാപക യോഹന്നാനാൽ ഗലീലയിൽ നിന്ന് 40 മൈൽ കടന്ന് യോർദാന്റെ കലക്കവെള്ളത്തിൽ സ്നാനമേറ്റപ്പോൾ അന്ന് വരെ പരിശുദ്ധാത്മാവ് ഇത്രയും ക്ലിയർ ആയിട്ടില്ല. പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്വോത്രം. സ്നാനമേൽക്കുമ്പോഴാ പ്രിയപുത്രനും പ്രിയപുത്രിമാരും ആവുന്നത്. അത് പറഞ്ഞപ്പോൾ വലിയ സന്തോഷമില്ലല്ലോ. സ്വോത്രം. കലക്കവെള്ളത്തിൽ യോഹന്നാനാൽ സ്നാനമേറ്റപ്പോഴാ പ്രിയപുത്രൻ പ്രിയദാസൻ എന്ന് പറഞ്ഞ്. അങ്ങനെയെങ്കിൽ അതിന് 3.5 വർഷം വീണ്ടും ക്രൂശീകരണം. അതിനാസ്പദമായി അവൻ യാത്രയാകുന്നു. എവിടെ യാത്രയാകുന്നു? ബേത്ബഗയ്ക്കും ബദാനിക്കും. കൂടെ മത്തായി 21. അവൻ ബേത്ബഗയ്ക്കും ബദാനിക്കും ഇടയിലെത്തുമ്പോൾ ശിഷ്യന്മാരോട് കൽപ്പിച്ചു, കുഞ്ഞുങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ പോയി ആരാലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കഴുതയും അതിൻ്റെ കുട്ടിയെ അഴിച്ചുകൊണ്ട് വരണം. നാട്ടുകാർ ചോദിക്കുക. അപ്പം പറയും, കർത്താവിന് ഇതിനെ ആവശ്യമുണ്ട്. അമ്മ മേച്ച ഇതൊന്ന് കേൾക്കണം. വനാന്തരത്തിനകത്തൊരു കഴുതയും കുട്ടിയും കിടക്കുക. ഇതൊരു പ്രവചനമാണ്. സക്രിയ പ്രവചനം 9:9 ബൈബിൾ കോഡ്. യെരൂശലേം പുത്രിയെ നീ ഘോഷിച്ചാനന്ദിക്കുക, സിയോൻ പുത്രിയെ നീ ഘോഷിച്ചാർപ്പിടുക. യെരൂശലേമിൻ്റെ രാജാവ്, സിയോനിൻ്റെ രാജാവ് പെൺകഴുതയുടെ പുറത്ത് വാഹനമേറി പട്ടണത്തെ ഇളക്കിക്കൊണ്ടുവരും. വനാന്തരത്തിനകത്ത് 2 കാര്യമുണ്ട്. ഒന്നുണ്ട് കഴുതയും കുഞ്ഞുമുണ്ട്. കൺവെൻഷൻ കൂട്ടങ്ങളുടെ 2-ാമതിരവ്. ഒരുപക്ഷെ ഭർത്താവ് മരിച്ചൊരു കഴുത, അല്ലെങ്കിൽ ഡൈവോഴ്സായ കഴുത. 3 കഴുതയ്ക്കും കുഞ്ഞിനും ഇനി ആശ്രയമില്ല. 4 ഒരു കയറ് ബന്ധിച്ചു വെച്ചിരിക്കുക. 5 മരണം കാണാൻ കാത്തിരിക്കുക. എല്ലാ വഴികളും വാതിലുകളും അടയും. അതിൻ്റെ നടുവിൽ ബേത്ബഗയുടെയും ബദാന്യയുടെയും നടുവിലെത്തിയപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, കുഞ്ഞെ എതിരെയുള്ള ഗ്രാമത്തിൽ പോയി ആരാലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കഴുതയും കുട്ടിയെ അഴിച്ചുകൊണ്ടുവരാം. നാട്ടുകാർ പറയും, എന്താവശ്യം? പറയണം, ഇതിന് കർത്താവിന് ആവശ്യം. 5 പ്രതികൂലം നിനക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ എന്ന് രാത്രി പറയണം, പ്രാർത്ഥനയുടെ നിറവിൽ 5 മറുപടി തരുവാൻ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവശക്തൻ. 1 ദൈവത്തിന്റെ ദാസന്മാർ അവിടെ നിന്ന് കഴുതയുടെ കുരു കഴിച്ചു. 2 രക്ഷയുടെ വസ്ത്രം വിതറി. 3 മരണം കാത്തിരുന്ന കഴുതയെ പുറത്തു കൊണ്ടുവന്നു. 4 കഴുതയുടെ മരണം കാണാൻ, ശവപ്പെട്ടി കാണാൻ കാത്തിരുന്ന കള്ളിമൂടിന്റെ നടുവിൽ കഴുതയുടെ പുറത്ത് എൻ്റെ നാഥൻ യാത്ര ചെയ്തു. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ഓശാന ഓശാന. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി നിന്റെ പതനം കാണുവാൻ നാട്ടുകാർ കാത്തിരിക്കും. നിന്റെ മരണം കാണുവാൻ ബന്ധുക്കൾ കാത്തിരിക്കും. നീ പുറത്തു വരത്തില്ലെന്ന് ദുഷ്ടപിശാചി രേഖ എഴുതും.
എന്നാൽ ഇന്ന് രാത്രി പറയണം, വരുവാനുള്ളവൻ വന്ന് നിന്റെ കെട്ടുകളെ പൊട്ടിച്ച ഇന്ന് രാത്രി അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരുക. കഴുതയുടെ പിൻപിൽ ഇറങ്ങിയ ഒരു കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. സംതിങ് ഈസ് ഹാപ്പൻഡ് ഇൻ ദിസ് മൊമെന്റ്, ദ പ്രഷ്യസ് മൊമെന്റ്, ദ മൈറ്റി പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ് സറൗണ്ടഡ് ദ ഗ്രൗണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നീ പുറത്തു വരത്തില്ലെന്ന് ലോകം വിധിയല്ലോ. മെഡിക്കൽ സയൻസ് പറയും മരണം ഉറപ്പാണ്. നാട്ടുകാർ പറയും നിന്റെ ഭവനത്തിൽ ആത്മഹത്യ നടക്കുമതോ. പിശാചി നിനക്കെതിരെ ബൗണ്ടറി കെട്ടും, വീട്ടിനകത്ത് പുറകത്തിറങ്ങാതെ. എന്നാൽ ഇന്ന് രാത്രി ആരൊക്കെ നിനക്കെതിരെ ബൗണ്ടറി കെട്ടിയാലും ആരൊക്കെ നിനക്കെതിരെ മതിൽ കെട്ടിയാലും, യോസഫെ നീ ഫലപ്രദമായ ഒരു മുന്തിരി വള്ളിയെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ ദൂതേറ്റെടുത്തുകൊണ്ട് ഇവിടെ ഇറങ്ങാവൂ. ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. പ്രാർത്ഥിക്കുന്ന നിന്നെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഇന്ന് രാത്രി ആരൊക്കെ നിന്റെ കൊമ്പുകൾ വെട്ടിയാലും ആരൊക്കെ നിന്റെ ഇലകൾ വെട്ടിക്കളഞ്ഞാലും നിന്റെ കുടുംബം തകരുമെന്ന് ലോകം പറഞ്ഞാലും ഇന്ന് രാത്രി വേർ നിലത്ത് കെട്ടുപോയാലും നിന്റെ കുടുംബത്തിനകത്ത് ഒരു നന്മ വരത്തില്ലെന്ന് പിശാചി പറഞ്ഞാലും ഇന്ന് രാത്രി പറയണ പ്രാർത്ഥനയുടെ ഗന്ധമുണ്ടെങ്കിൽ പിശാചി നിനക്കെതിരെ ഉണ്ടാക്കിയ മതിലിനപ്പുറത്തുകൂടി ഫലപ്രദമായ യോസഫിനെ മുന്തിരി വള്ളി പോലെ പടത്തുവാൻ ഒരു കരമുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് രാത്രി ആ കരം തളർന്ന കരമല്ല. കരം ഉയർത്തുന്നവർക്ക് കള്ളിമൂട് നിന്റെ മരണം കാണാൻ കാത്തിരിക്കും. കിളിയൂർക്കാർ നിന്റെ കുഞ്ഞുങ്ങളുടെ ഹല്ലേലൂയ തലമുറകളുടെ ഭാവി ദർശിച്ച് കാണാൻ കാത്തിരിക്കും. മണ്ണാങ്കോണത്തുകാരൻ നിന്റെ പതനം കാത്തിരിക്കും. ആരൊക്കെ നിനക്കെതിരെ വേലി കെട്ടിയാലും ഇന്ന് രാത്രി കരം ഉയർത്തി പറയണം, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്ക്, എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്ക്. കരം ഉയർത്തുന്നവർക്ക് ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഡിസംബർ മാസം പിശാച് എന്റെ കുടുംബത്തിനെതിരെ, എന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ, എന്റെ തലമുറകൾക്കെതിരെ, എന്റെ ചർച്ചിനെതിരെ, എന്റെ മിനിസ്ട്രിക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് എന്ന് രാത്രി നിന്റെ പതനം കാണാൻ കാത്തിരുന്നവരുടെ നടുവ്, നിന്റെ കുടുംബത്തിന്റെ തകർച്ച കാണാൻ കാത്തിരുന്നവരുടെ നടുവ്, മാനസിക രോഗിയായി നീ സെല്ലിനകത്ത് കാണുക, മന്ത്രവാദി കളം വരച്ചതിന്റെ നടുവ് ഇന്ന് രാത്രി നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുക. കഴുതയുടെ കണ്ണുനീരിനകത്ത് ഒരു കരമിറങ്ങിയെങ്കിൽ സിസ്റ്റർ ഇന്ന് രാത്രി വിശ്വസിക്കുക, ദാനിയേലിന് വേണ്ടി സിംഹക്കുടിക്കകത്ത് അവനെ പുറത്തു കൊണ്ടുവരുവാൻ ഒരു കരമിറങ്ങിയെങ്കിൽ 1000 ആണ്ട് ശാപത്തിൽ കടന്ന രൂത്തിനെ പുറപ്പെടുവിച്ച് ബോവസിന്റെ വയലിൽ കൊണ്ടുവരാൻ ഒരു കരമിറങ്ങിയെങ്കിൽ, ഒറ്റയ്ക്ക് ചക്കുമതിക്ക് ദൈവന്റെ കരത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ കരമിറങ്ങിയപ്പോൾ വിദ്യാന്യ പാളയത്തിനകത്ത് തകർക്കുക ഒരു ദൈവശക്തി ഇറങ്ങിയെങ്കിൽ, കൺവെൻഷൻ കൂട്ടങ്ങളുടെ രണ്ടാമത് രാത്രി കരം ഉയർത്തി പറയണം, എന്റെ പിൻപിൽ ഒരു കരമുണ്ട്, പ്രാർത്ഥനയുടെ കരം എന്റെ പിൻപിലുണ്ട്, ഉപവാസത്തിന്റെ കരം എന്റെ പിൻപിലുണ്ട്, എന്റെ കണ്ണുനീരിന്റെ മറുപടി എനിക്ക് വരിക, പട്ടണം കാണാൻ എന്നെ മാനിക്കുന്ന ദൈവ. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ദൈവ, ശത്രുക്കളുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ദൈവ. ഇന്ന് രാത്രി വിളിച്ചവരെ കൂരിൽ താഴ്വരെ കൂടി കള്ളിമൂടി ഞാൻ നടന്നാലും അന്ത്യവിജയം എനിക്ക് തരുവാ. കഴുതയുടെ കണ്ണുനീരിനകത്ത് ഇറങ്ങി വന്ന കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന രാത്രിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളിൽ പതറരുത്. ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. സഹോദരി, ഭാരപ്പെടേണ്ട കാര്യമില്ല. നിന്റെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരെ കാത്തിരിക്കുക, നിന്റെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി തരാൻ പോകുന്നു. അമ്മച്ചി, ഭാരപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല. പട്ടണത്തിൽ നിന്നെ അപമാനിച്ചവരുടെ നടുവിൽ നിന്നെ ഉയർത്തുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. 5 കഴുതയെ യെരൂശലേം ദൈവാലയത്തിനകത്ത് കൊണ്ടുവന്നു. 5 പ്രതികൂലം നിനക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ കരമുയർത്തി പറയണം, 5 മറുപടി വരുന്നുണ്ട്. സ്തോത്രം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഒരു കഴുത യെരൂശലേം ദൈവാലയത്തിൽ വന്നാൽ അതിൻ്റെ കഴുത്ത് ഞെരിച്ച് താഴേക്ക് വലിച്ചെറിയും. പക്ഷേ ഈ കഴുത ആരും തൊട്ടില്ല. നാഥൻ യാത്ര ചെയ്ത കഴുത യേശു യെരൂശലേം ദൈവാലയത്തിൽ. മത്തായി 24 ബൈബിൾ കൂടെ വെക്കണം. മത്തായി 24 1-2 അവൻ ദൈവാലയത്തിൽ വന്നു, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാഷണം നടത്തി. ആലയത്തിന് പുറത്തിറങ്ങുമ്പോൾ യെരൂശലേമിൻ്റെ ആലയത്തിൻ്റെ പണി കാണിച്ചു. യേശു പറഞ്ഞത് കല്ലിന്മേൽ കല്ല് ശേഷിപ്പോൾ അത് ഇടിഞ്ഞു പോകും. ഇന്ന് രാത്രി അവസാന ഹമാസിലേക്ക് വരുമ്പോൾ അത് പറഞ്ഞു തരാം. യേശു ഒലിവുമലയിൽ തനിച്ച്, മത്തായി 24 3, 4, 5 ബൈബിൾ കൂടെ. ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ ചെന്ന്, യേശുവെ പല പ്രഭാഷണങ്ങളും കേട്ടു, ഗന്നസരത്തിൽ കേട്ടു, അത് കഴിഞ്ഞിട്ട് കാനാവിലെ കല്യാണ വീട്ടിൽ കേട്ടു, അത് കവർന്ന ഭൂമിയിൽ ദക്കപ്പൊലിമയിലെല്ലാം കേട്ടു. പതിവിന് വിപരീതമായി ഇന്ന് ചില കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവ് ലോകത്തിൻ്റെ അവസാനം അടയാ. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ഞാൻ ക്രിസ്തുവെന്ന അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും. യേശു ആദ്യം പറഞ്ഞത് നമ്മുടെ മുഖ്യമന്ത്രി 2ാമത് അധികാരത്തിൽ വരുമെന്നോ, പ്രധാനമന്ത്രി വീണ്ടും മോഡി സാർ വരുമെന്നോ, അല്ലെങ്കിൽ വിഴിഞ്ഞം കണ്ടെയ്നർ ടെർമിനൽ അദാനി പണിയുമെന്നൊന്നും അല്ല പറഞ്ഞത്. സ്വോത്രം. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. തെറ്റിക്കുന്ന ഉപദേശക്കാർ അന്ത്യകാലത്ത് എഴുന്നേൽക്കും. 2ാം ദിവസമാണ്. നല്ല ജനവും ഉണ്ട്. പച്ചയ്ക്ക് അങ്ങ് പറയാം. രക്ഷയും മാനസാന്തരവും സ്നാനവും നിത്യതയും വരുവാനിരിക്കുന്ന പ്രത്യാശയും പറയാത്. യേശുവിനെ കണ്ട വീട് കിട്ടും, കാറ് കിട്ടും, കമ്പ്യൂട്ടർ കിട്ടും. സ്വോത്രം.
അയ്യോ അതൊക്കെ പറയുന്ന പലരും ഉണ്ട്. സ്വോത്രം. ഇങ്ങനെ പോയ പലരും ഉണ്ട്. അവരുടെ കാശ് പോയതല്ലാതെ വീടും കിട്ടിയില്ല, കാറും കിട്ടിയില്ല, കമ്പ്യൂട്ടറും കിട്ടിയില്ല. സ്വോത്രം. എത്ര പേര് വെള്ളറുടെയും ചെമ്പൂരും പോയെന്നറിയാമോ? ഇനിയെങ്കിലും പോകരുത്. യേശു വന്നത് കാറ് തരാനും വീട് തരാനുമല്ല. എൻ പ്രയാണകാലം 4 വിരൽ നീളം. കുഞ്ഞായിരിക്കുമ്പോൾ മരണം, ബാല്യത്തിൽ മരണം, കൗമാരത്തിൽ മരണം, യൗവനത്തിൽ മരണം, പിന്നെ വാർദ്ധക്യത്തെ ഒന്നീ പെട്ടിക്കരണം, അല്ലെ കർത്താവിൻ്റെ വരവിൽ പോകണം. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഈ മരണം പിടിക്കുമ്പോൾ ദേഹത്തിനും ദേഹിക്കും മരണം, ആത്മാവിന് മരണമില്ല. ആത്മാവിന് നിത്യതയിലെത്തിക്കുവാൻ ഉയരത്തിൽ നിന്ന് താഴേക്കിറങ്ങി വന്ന ഏക സത്യദൈവം യേശു ക്രിസ്തു. സ്വോത്രം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും. അതുകൊണ്ട് இந்த நாட்களிலே தப்பான ஊழியக்கார் இந்த நாட்கள் இறக்கியிருக்கிற இயேசுவை பார்த்துருக்குது. வீடு கிடைக்கும், கார் கிடைக்கும், கம்ப்யூட்டர் கிடைக்கும். அதுக்கு நாள் இந்த நாட்களிலே ஒரு வாலிபன் பேசி இருக்குது, இயேசுவை கண்டால் 1.5 കോടി കിടക്കുമെന്ന്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഇന്ന് രാത്രി 800 പഞ്ചായത്ത് കഴിഞ്ഞ് പാലക്കാട് അട്ടപ്പാടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് അടുത്ത ഞാൻ ഇത് നെടുമങ്ങാട് കഴിഞ്ഞിട്ട് വേണം കല്ലിശ്ശേരിക്ക് 800 പഞ്ചായത്തും 55 മുനിസിപ്പാലിറ്റിയും പ്രസംഗിച്ച് 1.5 കോടി പോയിട്ട് ഒരു 5 ലക്ഷമെങ്കിലും വന്നിരുന്ന് 5000 രൂപ അജിപ്പാസക്ക് ചായ കുടിക്കാൻ കൊടുത്തതിന്. സ്വോത്രം. എന്താ മാതിരി തപ്പാന പേസ് കൊടുക്കുന്ന ഊളിയക്കാർ ഇവിടെയും വരും. അതുകൊണ്ട് പെന്തിക്കോസുകാർ ജാഗ്രത. ഈ സ്വോത്രം. ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആൾ കുറേയുണ്ട്. സ്വോത്രം. രക്ഷ പ്രസംഗിക്കാത്ത യോഗം കള്ളയോഗം, മാനസാന്തരം പറയാത്തത് കള്ളയോഗം, നിത്യത പ്രസംഗിക്കാത്തത് കള്ളയോഗം, വരുവാനിരിക്കുന്ന കാലത്തെപ്പറ്റി പറയാത്തത് കള്ളയോഗം. എന്താ സുവിശേഷ മഹായോഗം? ഡുനാമി, സുനാമി, ഫയർ, കോച്ച, ഡോക്സ, തട്ടിന്മേൽ മോക്ഷം. ഇതൊന്നുമല്ല സുവിശേഷ മഹായോഗം. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കള്ളിമൂട്ടിൽ ഉയർത്തുന്നു. അതാ ഞങ്ങളുടെ സുവിശേഷം. സ്വോത്രം. അതുകൊണ്ട് ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുക. അതുകൊണ്ട് ചേച്ചിമാരോടും ചേട്ടന്മാരോടും പറയുക, ഈ കൂട്ടത്തിലെങ്ങും പോകരുത്. പ്രത്യേകിച്ച് സാംസങ്ങിൻ്റെ മൊബൈൽ സ്വോത്ര കാഴ്ചയിടരുത്. ചേച്ചി അവരുടെ കൈകൊട്ട് കേട്ടിട്ട് സ്വർണവും വാരിയിടരുത്. പവൻ 60,000 രൂപയുണ്ട്. പ്രാർത്ഥിച്ചാൽ വിടുതൽ. സ്വോത്രം. അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇങ്ങനെയുള്ള പലരും ഇനിയും വരും. സ്വോത്രം. അതുകൊണ്ട് ഈ കൂട്ടത്തിൽ പോകരുത്. കാന്തൻ്റെ പരവിൻ്റെ 4 ചാലുകൾ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പിളതാ ഇല തളിർക്കുമ്പോൾ വേനലെടുത്തുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവനടുക്ക വാതിൽക്കൽ. ഇന്നത്തെ ഇസ്രയേലിൻ്റെ ഒരവസ്ഥ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുക, എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാളും സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർക്കോ അറിയത്തില്ല. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ വരവിൽ. അത് താൻ 10 വർഷമായി. ഇപ്പം ചെമ്പൂരും വെള്ളറുടെ പേപ്പർ എടുത്താൽ രാവിലെ 4 പേര്. യെല്ലോ, മാംഗോ, റെഡ്, ഓറഞ്ച്. മനസ്സിലാകുന്നവർക്കായി. ഫ്രൂട്ട്സ് അല്ല, യെല്ലോ, മാംഗോ, ഓറഞ്ച്, റെഡ്. സ്വോത്രം. ഇതില്ലാത്ത കാലമില്ല. 10 വർഷമായി ഇത് തുടരുക. നോഹയുടെ കാലം. ഡിസംബർ മാസം എന്തൊരു നല്ല കാലം. കപ്പയെ അരിഞ്ഞ് ഒട്ടുപാലും പറക്കി ചക്കയും തൊലിച്ച് ഹല്ലേലൂയ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നത്തെ അവസ്ഥ കണ്ടോ? ക്ലിയർ ആയില്ലയോ? അതിൻ്റെ ഇടയ്ക്കല്ലേ കാറ്റ് വരുന്നത്. എത്ര കാറ്റടിക്കുന്നു. പാസ്റ്റർ ഇപ്പം തിരുനെൽവേലിയിൽ നിന്ന് വന്നുകൊണ്ട് പറയുക, അരുമയാണ് പൂയൽ. എന്താ തമിഴ്നാട്ടിലും കേരളത്തിലും റീത്തയും കത്രീനയും ബിൽമയും ഗാർബിയും ഓർമ്മയും മാത്യുവും ഫ്ലോറൻസും മഹായും ബുൾബുളും മേഘനും സാഗർ ബുരേവി ഔട്ട്. അങ്ങനെ ഇരുന്നപ്പോഴാ ഈ പേരൊക്കെ ഒന്ന് മാറ്റി ഇച്ചിരി ന്യൂ ജനറേഷൻ പേര് വേണമല്ലോ. സ്വോത്രം. അതുകൊണ്ട് ഇന്നാളൊരു കാറ്റ് വന്ന് ബിബിൻ ചോയ്. നല്ല കാറ്റ്. നമ്മുടെ പയ്യൻ പേർ വന്ന്. സ്വോത്രം. അത് കഴിഞ്ഞ് പെങ്കൊച്ചുങ്ങൾക്ക് സന്തോഷമില്ല, ഞങ്ങളുടെ പേര് വന്നില്ല. അപ്പോൾ 2 ആഴ്ച മുമ്പ് ഒരു കാറ്റടിച്ചു. ഡാന ചുഴലിക്കാറ്റ്. ഡാനമോളുടെ പേരും ചുഴലിക്കാറ്റിനായി. സ്വോത്രം. അത് കഴിഞ്ഞ് ഇന്ന നാൾക്കളിൽ തിരുനെൽവേലി ചെങ്കൽപ്പെട്ട് അന്ത സ്ഥലത്ത് അരുമയാന പൂയലടിക്കാതെ താൻ ഫിൻചാൽ. അതുകൊണ്ട് ആ ഭാഷയെ തിരുനെൽവേലി മഴയടിക്കുന്ന മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. ഇതെല്ലാം അന്ത്യദിനം. മേഘങ്ങളെ തേരാക്കിയവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കും. നാളെ സമയമുണ്ടെങ്കിൽ നമുക്ക് ഈ കാറ്റിനെ പറ്റി ഒന്ന് പ്രസംഗിക്കാം. നാളെ നേരത്തെ തുടങ്ങാം. എന്താ ഈ കാറ്റ്? അങ്ങനെയെങ്കിൽ ബൈബിളിനകത്ത് 3 ലോകമുണ്ട്. നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം. 1-ാം ലോകം, പുരാതന ലോകം, കാസ്മോസ്. ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവും ഇരുൾ ഭൂതലത്തിൽ. വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ആ ലോകം പോയി. അതാ കാസ്മോസ്. 1-ാം ലോകം നോഹയുടെ കാലം. 2-ാം ലോകം ഇന്നത്തെ ലോകം തീക്കായി. 2 പത്രോസ് 3:10. കർത്താവിൻ്റെ ദിവസം കള്ളനെപ്പോലെ ആകാശം കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥം കത്തേഴി ഭൂമിയും അതിലെ സകല പണിപന്നിലും വെന്തു പോകും. സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അതിന് വിളിക്കുന്ന അയോൺ. 3-ാമത്തെ ലോകം വെളിപ്പാട് 21:1-2. ഇതാ മനുഷ്യനോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. അന്നത്തെ പ്രത്യേകത, റോസമാമ റോസെ പിടിച്ചാൽ മുള്ളില്ല. ചിന്നമാമ ഷുഗർ നോക്കണ്ട, പാവയ്ക്കകത്ത് കയ്പുമില്ല. സ്വോത്രം. അതുകൊണ്ട് അവറാച്ചാൻ തെങ്ങിൻ്റെ മണ്ടേ കയറി കൂമ്പിരിട്ട് കൊട്ടും. കള്ള് പോയിട്ട് വെള്ളം പോലും കിട്ടത്തില്ല. സ്വോത്രം. തോമാച്ചായൻ ടെറസിനകത്ത് കഞ്ചാവ് വളർത്തും. ചുമ്മാതെ ചുരുട്ടി കയറ്റി ഒരു പുകയ്ക്കകത്തും വിഷം കാണത്തില്ല. അതിനുശേഷം നമ്മുടെ അരിക്കൊമ്പനുമായിട്ട് കുഞ്ഞുങ്ങൾ ക്രിക്കറ്റ് കളിക്കും. സ്വോത്രം. അത് താൻ പുതുവാന ഭൂമി പുത്തനാം യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ
വെള്ളിത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നത്. അതിൻ്റെ പേര് വൈക്കോമന. യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട 3 പ്രഭാഷണങ്ങൾ കാതലായ ഭാഗത്തിൽ അതിലൊന്നാമത്തെ പ്രഭാഷണമാ ഗിരിപ്രഭാഷണം യേശുക്രിസ്തുവിൻ്റെ. മത്തായി 7:8 2 ഒലിവുമല പ്രഭാഷണം. ഇന്നലെ സന്നിപ്പാസ് അതിനെപ്പറ്റി സൂചിപ്പിച്ചു. എസ്കറ്റോളജി ഒലിവുമലയുടെ പ്രഭാഷണം. അത് കഴിഞ്ഞ് 3-ാമത്തെ പ്രഭാഷണം മാളികമുറി പ്രഭാഷണം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, സഹോദരിമാർക്ക് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ കാലിക പ്രസക്തിയുള്ള 3 പ്രഭാഷണം വിശുദ്ധ ബൈബിൾ. 1 മത്തായി 7:8 ഗിരിപ്രഭാഷണം, 2-ാമത്തെ പ്രഭാഷണം ഒലിവുമല പ്രഭാഷണം, 3-ാമത്തെ പ്രഭാഷണം മാളികമുറി പ്രഭാഷണം. ഇന്ന് രാത്രി നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം യേശു പറഞ്ഞ പല മറുപടികളിൽ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് കള്ളിമൂട് കേൾക്കും. ഈ ലാലിൻമൂട്ടിലുള്ളവർ സ്ഥലം വിട്ട് ഓടിപ്പോകരുത്. ജാതിയോട്. അതാ ഇന്നത്തെ മണിപ്പൂർ, ചുരാചന്ദ്പൂർ, ബിഷൻപൂർ, ഇംഫാൽ താഴ്വര. പ്രധാനമന്ത്രി വിചാരിച്ചിട്ട് നടക്കത്തില്ല. രാജ്യത്തോടും എതിർക്ക് 9 യുദ്ധങ്ങൾ നടക്കുന്നു. 8 കാര്യം ഇന്നലെ പറഞ്ഞു. എന്നൊരു കാര്യം പറയുമ്പോൾ 9-ാമത്തെ